പറയാം. അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ജസ്റ്റ് ഒരു സ്റ്റഡി പ്ലാൻ പോലെ ഞാൻ പറയാം. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ടൈം ടേബിൾ സെൽഫായിട്ട് ഞാൻ ഈ പറയുന്നതനുസരിച്ച് നിങ്ങളുടെ ബോധത്തിനനുസരിച്ച് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. കുറച്ച് ടിപ്സ് ഒക്കെ ഞാൻ പറയുന്നുണ്ട്, നിങ്ങളത് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ സിലബസ് അനുസരിച്ചിട്ട് GK ലെവലിൽ ഹിസ്റ്ററിക്ക് എത്ര മാർക്ക് എന്നാ വന്നിരിക്കുന്നത്? 5 മാർക്കാണ് വന്നിരിക്കുന്നത്. ജോഗ്രഫിക്ക് എത്ര മാർക്ക് വരുന്നുണ്ട്? ജോഗ്രഫിക്ക് 5 മാർക്ക് വരുന്നുണ്ട്. 5 മാർക്കേ ഉള്ളൂ. മാർക്കൊക്കെ അനുസരിച്ചിട്ട് വേണം പഠിക്കാൻ. PSC എങ്ങനെ വേണേലും മാറ്റി മാറ്റി ചോദിക്കും, അത് നോ പ്രോബ്ലം. പക്ഷെ നമ്മൾ പഠിച്ച് നമുക്കൊരു കോൺഫിഡൻസോടെ പോകണമെങ്കിൽ അത്യാവശ്യം ഇത് വേണ്ടേ. എക്കണോമിക്സിന് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് 5 മാർക്ക്. നെക്സ്റ്റ് കേരള ഗവർണൻസ് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ. കേരള ഗവർണൻസ് ഉണ്ട്, കേരള ഗവർണൻസ് 5 മാർക്ക്. ലൈഫ് സയൻസ് 3 മാർക്ക്, ഫിസിക്സ് 3 മാർക്ക്, കെമിസ്ട്രി 3 മാർക്ക്, ദെൻ ആർട്സ് സ്പോർട്സ് 5 മാർക്ക്. ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ കൾച്ചറിന്. ഇനി കമ്പ്യൂട്ടറിന് എത്ര മാർക്കേ ഉള്ളൂ? 3 മാർക്കേ ഉള്ളൂ. ഓ, അപ്പൊ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് 13 മാർക്ക്. നെക്സ്റ്റ് കറണ്ട് അഫേഴ്സ് സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട്. CA നമ്മൾ നല്ല രീതിയിൽ ഒന്നുകൂടെ പഠിക്കണം. 15 മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കുമ്പം അത്ര ലെവലൊന്നും ചോദിച്ചു കാണത്തില്ല. ഇതിനകത്തുനിന്ന് എല്ലാത്തിനകത്തുനിന്ന് ഓരോന്ന് വെച്ചിട്ട് ചോദിക്കുന്നത് കൊണ്ട് നമുക്ക് അറിയാത്തതാണ് 15 മാർക്സ് വരുന്നത് എന്നിട്ടുള്ള കാര്യം. മനസ്സിലായോ പറഞ്ഞ കാര്യം? അതായത് ഈ ഹിസ്റ്ററി എന്ന് പറയണം ചോദിക്കാം, ജോഗ്രഫി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, കേരള ഗവർണൻസ്, പിന്നെ ഇവിടെ എല്ലാം നോബൽ പ്രൈസ്. ഇത്ര ആയി കഴിയുമ്പോഴത്തേക്ക് എത്ര മാർക്ക് വരും? പിന്നെ ഈ ഇതിനകത്തുനിന്നുള്ള ആർട്സ് ലിറ്ററേച്ചർ സ്പോർട്സിനകത്തു നിന്നുള്ള 4 അവാർഡ്സും ചോദിക്കും. കമ്പ്യൂട്ടറിനകത്തു നിന്നുള്ള ഏതെങ്കിലും ഇപ്രാവശ്യത്തെ പരീക്ഷയുടെ കൂട്ടം ഏതെങ്കിലും ഉച്ചകോടി ചോദിക്കും. അപ്പൊ അത്ര ആയി കഴിയുമ്പോഴത്തേക്ക് എന്ത് മാർക്ക് വരും? 15 മാർക്ക് വരും. അപ്പൊ അതായത് നമ്മളങ്ങ് സ്റ്റാറ്റിക് കറണ്ട് അഫേഴ്സിന് വേണ്ടിയിട്ട് ഒത്തിരി അങ്ങ് പ്രയോറിറ്റി കൊടുക്കരുത്. കൂടുതലും എന്ത് ഫോക്കസ് ചെയ്ത് പഠിക്കണം? ഈ അവാർഡ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കകത്ത് സിനിമയും ദേശീയ അതും പിന്നെ പത്മ പുരസ്കാരങ്ങൾ അതിനൊക്കെ ഫോക്കസ് ചെയ്ത് ഇപ്പോഴേ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ വരണം. തലേ ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. പിന്നെ അത്യാവശ്യം വേണ്ട ക്യാബിനറ്റിന്റേതും കേരളത്തിന്റേതും മന്ത്രിമാരുടെ കാര്യങ്ങളെല്ലാം പഠിച്ചു വെക്കുക. പിന്നെ നീതി ആയോഗ് പോലെയുള്ള സംഘടനകളുടെ കാര്യങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതും ഇന്റർനാഷണൽ ലെവലിലുള്ള പ്രധാനമന്ത്രിമാരോ പ്രസിഡന്റുമാരോ പിന്നെ ഇന്റർനാഷണൽ ലെവലിലുള്ള ഓർഗനൈസേഷന്റെ തലപ്പത്തിലുള്ള ആൾക്കാരെയും നോക്കി വെക്കുക. അങ്ങനെയാണ് CAയുടെ കാര്യം പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ CA എന്ന് പറഞ്ഞ് കുത്തിയിരുന്നിട്ട് അത് പഠിച്ചുകൊണ്ടിരിക്കരുത്, ഒരു കാര്യവും കാണത്തില്ല. പിന്നെ അടുത്തതായിട്ട് ഇംഗ്ലീഷിന് എത്ര മാർക്ക് വരുന്നുണ്ട്? 10 മാർക്ക്. മാത്സ് എത്ര മാർക്കേ ഉള്ളൂ? 10 മാർക്ക്. മലയാളം 10 മാർക്ക് അല്ലേ? അപ്പൊ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം നിങ്ങൾക്ക് ഒരു ഡിഗ്രി ലെവലിൽ തന്നെ പ്രിപ്പയർ ചെയ്യണം. ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. ജനറൽ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസിൽ നിന്ന് ഒത്തിരി വ്യത്യാസമുണ്ട് ഡിഗ്രി ലെവലിലെ മാത്സും ഇംഗ്ലീഷും ഒക്കെ. മലയാളം പിന്നെ വലിയ കുഴപ്പം വരത്തില്ല. മനസ്സിലായി? അപ്പൊ അത് ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ചെയ്ത് പഠിക്കുക. 2022 മുതൽ ഇങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഇറ്റ്സ് ഓക്കെ. ഇനി കമ്പ്യൂട്ടറിനകത്തൊന്നും വലിയ പ്രശ്നം വരുന്നില്ല. 1 മാർക്ക് എല്ലാം പോകും, അത്രേ ഉള്ളൂ. സ്പെഷ്യൽ ടോപ്പിക്സ് നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കണം. സ്പെഷ്യൽ ടോപ്പിക്സിലെ ഓൾമോസ്റ്റ് ടോപ്പിക്സ് എല്ലാം നമ്മൾ കവർ ചെയ്തു. നിങ്ങൾ എന്ത് ചെയ്യണം? ടുഡേ ഇറ്റ് സെൽഫ് മുതൽ എത്ര ദിവസമാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്? എക്സാം വരുന്നത്? എക്സാം ഒക്ടോബർ മാസം 14-ാം തീയതിയാണ്. അപ്പൊ ഇന്ന് എത്രാം തീയതി ആയിട്ടുണ്ട്? ഇന്ന് ജൂലൈ മാസം 23-ാം തീയതി ആയിട്ടുണ്ട്. ജൂലൈ 23, ഓഗസ്റ്റ് 23, സെപ്റ്റംബർ 23, ഒക്ടോബർ 23, ഒക്ടോബർ 14-ാം തീയതി. ഓക്കെ, എത്ര ദിവസം വരുന്നുണ്ട് ടോട്ടലി?
ഒരു ഏകദേശം നിങ്ങൾ ഓണവും അതിനിടയിലുള്ള കാര്യങ്ങളും ഒക്കെ പോയിട്ട് ഒരു 75 ഡേയ്സ് നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടത്തില്ലേ? 75 ഡേയ്സ് അത്രയും മതി. അതായത് ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് പ്രിലിംസ് പാസ്സാവുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ട് ഇവിടം വരെയുള്ള ഏരിയാസിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. ഈ ഏരിയയും ഇത്രയും. പിന്നെ നിങ്ങൾ അഡീഷണലി നോക്കേണ്ട കാര്യം കേരള ഗവേണൻസ്. അത് അത്യാവശ്യം അറിയാവുന്നതാണ്. VFA ഒക്കെ നോക്കുന്നവരെ സംബന്ധിച്ചിട്ട് അത്രയും കാര്യങ്ങൾ അറിയാം. VFAയും ബെക്കോയും നോക്കുന്നവരെ സംബന്ധിച്ചിട്ട് അവിടെയും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ബാക്കി ഈ ലൈഫ് സയൻസ്, പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ നിങ്ങൾ ഡിഗ്രി ലെവലിൽ തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വെറുതെ സിലബസ് ഇവിടെ കൊടുത്തൊന്നും പറഞ്ഞ സിലബസ് നിങ്ങൾ പഠിച്ചുകൊണ്ട് ഒരു കാര്യവും ഇല്ല. ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കകത്ത് ക്വസ്റ്റ്യൻ സിമ്പിൾ ആക്കുമ്പോൾ എല്ലാവർക്കും കിട്ടുന്ന രീതിയിലേ ചോദിക്കത്തുള്ളൂ. അല്ലാത്തതൊക്കെ അറ്റ കൈ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. സോ ആ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയാലും കിട്ടിയില്ലേലും നിങ്ങൾ വിഷമിക്കരുത് എന്നിട്ടുള്ള രീതിയിൽ എങ്ങനെയെങ്കിലും ഈ 9-നകത്ത് ഒരു 4 മാർക്ക് വാങ്ങിച്ചാലും നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ വേണം ബാക്കിക്കകത്ത് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പൊ ഹിസ്റ്ററിക്കകത്തുനിന്ന് ഹിസ്റ്ററി ഒക്കെ നല്ല രീതിയിൽ ടൈറ്റ് ആകും. അതായത് നമ്മൾക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന ടൈമിൽ ഹിസ്റ്ററിയും ജോഗ്രഫിയും നല്ല രീതിയിൽ ടൈറ്റ് ആകും. ആദ്യത്തെ 3 പേജോട് കൂടിയിട്ട് ഉദ്യോഗാർത്ഥികൾ എവിടെ വീഴും? ആ ക്ലാസ് റൂമിൽ വീഴത്തക്ക രീതിയിലായിരിക്കും സൈക്കോളജിക്കലായിട്ട് BSc ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത്. വളരെ റെയർ ആയിട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഒരു ബോധവും കാണത്തില്ല. ഈ ഒരു കാര്യം നമ്മൾ കയറി ചെല്ലുമ്പം തന്നെ ബോധത്തിൽ വേണം പോവാൻ വേണ്ടിയിട്ട്. അല്ലാതെ സിമ്പിൾ പ്രതീക്ഷിച്ചിട്ട് ഡിഗ്രി മെയിൻസിന് വേണ്ടിയിട്ടോ പ്രിലിംസിന് വേണ്ടിയിട്ടോ ഒന്നും നമ്മൾ പോകരുത്. ആ പ്രതീക്ഷ നമ്മൾ ഇപ്പോഴേ അങ്ങ് മാനസികമായിട്ട് തകർത്തു വെച്ചേക്കണം. ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി ലെവൽ എക്സാംസ് ആണ്. ഞാൻ സാധാരണ എക്സാമിനേക്കാൾ വലിയ ഒരു ടാസ്ക് ഉള്ള സംഭവമാണ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മുടെ ബോധത്തിൽ വേണം. പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ തനി സ്വഭാവം കാണിക്കരുത്. തനി സ്വഭാവം കാണിച്ച എക്സാം കയ്യിൽ നിന്ന് പോകും. മനസ്സിലായോ? അപ്പൊ ഈ പ്രാവശ്യം ഇപ്പോഴേ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ തയ്യാറെടുപ്പിക്കണം. മൈൻഡിനെ പ്രിപ്പയർ ചെയ്യണം. മനസ്സിലായോ? പ്രിപ്പയർ ചെയ്യണം. അതായത് നേരത്തെ തന്നെ നിങ്ങൾ മൈൻഡിനെ തയ്യാറാക്കുക. പരീക്ഷ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യം. അപ്പൊ പ്രയാസമാണ് എന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് വിഷമിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ആദ്യത്തെ ഒരു 20 ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമുക്ക് തൊടാനേ പറ്റത്തില്ലായിരിക്കും. പോട്ടെ, ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ, ആ 10 ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവമേ എനിക്കൊന്നും അറിയത്തില്ലല്ലോ എന്ന ഒരു ബോധം നമുക്ക് ഇവിടെ വീഴും. മനസ്സിലായി? ആദ്യത്തെ 3 പേജ് ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പണ്ടത്തെ ക്വസ്റ്റ്യന്റെ ഓർമ്മ വരും നമുക്ക്. മനസ്സിലായി? പണ്ട് നമ്മുടെ PSC പരീക്ഷ എഴുതുമ്പോൾ ആദ്യത്തെ 3 പേജ് കവർ ചെയ്യുമ്പോഴത്തേക്കും ഒരു 35 ക്വസ്റ്റ്യൻ അവിടെ കവർ ചെയ്യും. നമ്മുടെ ഫീല് ഈ 10 മാർക്ക് എന്നുള്ളതല്ല ഫീൽ അവിടെ വരുന്നത്. ഈ 35 മാർക്ക് പോകുമല്ലോ എന്നൊരു ഫീലായി പോകുന്നത് കൊണ്ട് മാനസികമായിട്ട് ഇവിടെ വെച്ച് ഡൗൺ ആവുന്നതാണ് പല ഉദ്യോഗാർത്ഥികളും ഡിഗ്രി ലെവലിൽ 50+ മാർക്ക് വാങ്ങിക്കാത്തതിന്റെ ശരിയായിട്ടുള്ള റീസൺ. ഈ ചോദ്യങ്ങളോട് കടന്ന് പിടിച്ചോണ്ടേയിരിക്കും. ബോധമുള്ളവർ എന്ത് ചെയ്യും? അറിയാവുന്നത് എഴുതി പോകും. അത് നിങ്ങൾ മെന്റലി ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യണം. ഇപ്പൊ ഞാൻ ഇന്ന് മുതൽ നിങ്ങൾക്ക് അഡീഷണലി ഒരു ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് തരും ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ 3 ഡേയ്സ് എടുത്ത് ചെയ്താൽ മതി. മനസ്സിലായോ? 3 ഡേയ്സ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ നിങ്ങൾക്ക് 3 ഡേയ്സ്. നിങ്ങൾക്ക് 1 ദിവസം കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം, 2 ദിവസം കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം, 3 ദിവസം കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ 3 ദിവസം കഴിയുമ്പോഴേ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കത്തുള്ളൂ. അപ്പോഴത്തേക്കും നിങ്ങൾ ആ 3 ക്വസ്റ്റ്യന്റെയും കറക്റ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ കൃത്യമായിട്ട് പഠിച്ച് എങ്ങനെയാണ് മെയിൻസ് പരീക്ഷ വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ശരിക്കും അതേ മോഡിൽ വേണം പരീക്ഷാ ഹാളിലേക്ക് പോവാൻ വേണ്ടിയിട്ട്. മനസ്സിലാവുന്നുണ്ടോ പറയുന്ന കാര്യം? ഓക്കെ. അപ്പം ഈ കേരള ഗവേണൻസും ഒന്നും നിങ്ങൾക്ക് പ്രശ്നമില്ല. ആകെപ്പാടെ ഇവിടെ ഇച്ചിരി ഏറ്റവും കൂടുതൽ നമ്മുടെ കൈ നിൽക്കാത്തതായിട്ട് വരുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾ എന്തുമാത്രം പഠിച്ചാൽ മതി? ഈ പറയുന്ന 2022 മുതൽ ഇങ്ങോട്ട് വരുന്ന PYQന്റെ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കും. അത് നിങ്ങൾ പഠിച്ചാൽ മതി. വേറെ ഒന്നും ഇനിയും പഠിക്കേണ്ട. ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം പഠിച്ചേച്ചാൽ മതി. മനസ്സിലായോ? പിന്നെ ഓൾറെഡി നമ്മൾ കുറച്ച് ക്ലാസ്സസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതും നന്നായിട്ട് റിവൈസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഇനി മുതൽ 2 hours എന്തിനു വേണ്ടിയിട്ട് പിന്നെ മാറ്റി വെക്കണം? സെൽഫ് സ്റ്റഡിക്ക്. അതായത് ഞാൻ പറയുന്നത് കൂടാതെ സെൽഫ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട്, അതായത് ഈ പഠിപ്പിച്ച കാര്യങ്ങളും പല ക്ലാസ്സസ് നമുക്ക് ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ എല്ലാം നിങ്ങൾ എന്തെടുത്ത് വെച്ച് നോക്കണം? റിവിഷൻ എടുത്തു വെച്ച് ഈ 2 മണിക്കൂർ അഡീഷണലി എന്ത് ചെയ്യണം?
നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. ഇറ്റ് ഇസ് മസ്റ്റ്. അതായത് ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന ലെവലിൽ നിന്നും 2 മണിക്കൂർ അഡീഷണലി പഠിക്കണം. ഇനി VFA ഒക്കെ ഫോക്കസ് ചെയ്യുന്നവരാണ് എങ്കിൽ പ്രത്യേകിച്ച് അവിടെ എന്ത് മാത്രമേ ഉള്ളൂ, സ്പെഷ്യൽ ലോസ് മാത്രമേ ഉള്ളൂ അഡീഷണലി വരുന്നത്. ബാക്കി നിങ്ങൾ എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുകയും ജനറൽ PSCക്കകത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അതിനെ പറ്റിയിട്ടും ബോധർ ചെയ്യേണ്ട. ഒരു OMR എഴുതുമ്പോൾ നിങ്ങൾക്ക് വലിയ രീതിയിൽ മാർക്കൊന്നും അവിടെ കുറയുകയും കൂടുകയും ഒന്നും ചെയ്യുന്നില്ല. മനസ്സിലായി? നിങ്ങളുടെ അവയർനെസ് മാത്രമാണ് ഓരോ പരീക്ഷയിലും കൂടുകയും കുറയുകയും ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ഒരു ലെവൽ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അത് മനസ്സിലാക്കണം. ഒരു 70-75 റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും നമ്മൾക്ക് മാർക്കിനകത്ത് വരത്തില്ല. മനസ്സിലായോ? അപ്പൊ അവിടെ നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് എവിടെയൊക്കെ തെറ്റിയിട്ടുണ്ട്, ഇനി എവിടെയൊക്കെ തെറ്റാൻ ചാൻസ് ഉണ്ട്, നമുക്ക് എന്തൊക്കെ അറിയത്തില്ല, ആ ബോധത്തിൽ നിന്ന് നമുക്ക് അറിയാത്തതിനെ മെച്ചപ്പെടുത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ ഇപ്പൊ പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യം ഇല്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? 70 or 75 ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് പഠിച്ചാൽ മാത്രം മതി. മനസ്സിലായി? ഇനി 10th ലെവലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ എന്ത് നോക്കണം? 10th ലെവൽ അല്ലെങ്കിൽ +2 ലെവൽ വരെയുള്ള ഇംഗ്ലീഷ്, മലയാളം, മാത്സ് നോക്കണം. കാരണം ഇതും അതും കൂടെ തമ്മിൽ ഏറ്റവും കൂടുതൽ വേരിയേഷൻ ഉള്ളത് എവിടെയാണ്? ഈ ഇംഗ്ലീഷ് മാത്സിനകത്താണ് ഏറ്റവും കൂടുതൽ വേരിയേഷൻസ് വരുന്നത്. പ്രത്യേകിച്ച് മാത്സിനകത്താണ് വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഡിഗ്രി ലെവൽ ഉള്ളവർ ഡിഗ്രി ലെവലിന്റെ മാത്സ് തന്നെ നോക്കി വെച്ചേക്കണം. നിങ്ങളെ സംബന്ധിച്ചിട്ട് അത് പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. അത് നമ്മൾ എല്ലാം 25 ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത് ചെയ്യുന്നുണ്ട്. 25 ക്വസ്റ്റ്യൻ പേപ്പർ, ക്വസ്റ്റ്യൻ അല്ല, 25 ക്വസ്റ്റ്യൻ പേപ്പർ. സോ അത്രയും പഠിച്ചാൽ മതി. മനസ്സിലായി? അത്രയും പഠിച്ചാൽ മതി. അപ്പൊ ഇത്രയും ഞാൻ പറയുന്നത് പോലെ CA കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും? ഞാനൊരു ഏകദേശ കണക്ക് പറയാം. ഹിസ്റ്ററിക്ക് അതൊന്നും നിങ്ങൾക്കൊരു നല്ല പാടായിരിക്കും. ചിലപ്പോൾ നമുക്കൊന്ന് വായിക്കാൻ പോലും തോന്നത്തില്ലായിരിക്കും. അപ്പൊ ജസ്റ്റ് നമ്മളൊന്ന് എല്ലാ സമയം ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക. വലിയ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അവിടെ ചാടിക്കൊണ്ട് നിൽക്കരുത്. പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇപ്പോഴേ തുടങ്ങിക്കോണം കേട്ടോ. ദെൻ ജോഗ്രഫിക്കകത്തൊന്നും നമുക്കൊരു 2 മാർക്ക് പ്രതീക്ഷിച്ചാൽ മതി. ബാക്കി എത്ര കിട്ടിയാലും ലാഭം. ചിലപ്പോൾ ഒന്നായിരിക്കും സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. പക്ഷെ എക്കണോമിക്സ് വരുന്ന ടൈമിൽ നമുക്ക് അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മാക്സിമം 4 സ്കോർ ചെയ്യണം. കോൺസ്റ്റിറ്റ്യൂഷനും നമുക്ക് അത്യാവശ്യം 4 സ്കോർ ചെയ്യാൻ പറ്റും. കേരള ഗവർണൻസിന് 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എന്റെ ഒരു കണക്കിലാണ് പറയുന്നത്. ചിലപ്പോൾ മേ ബി 1-2 അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ കുറയാം. ഇറ്റ്സ് ഓക്കെ. ഇവിടെ നിങ്ങൾക്കൊരു 3 മാർക്ക് മൊത്തത്തിൽ ഞാൻ പറയുന്നുള്ളൂ. കാര്യം എങ്ങനെ വേണമെങ്കിലും ഡിഗ്രി ലെവൽസിനകത്ത് ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്ന 2 ഏരിയാസ് ആണ് ഹിസ്റ്ററി, ജോഗ്രഫി ആൻഡ് സയൻസ്. ഈ പറയുന്ന ഇത്രയും കാര്യമ്പോഴത്തേക്ക് പിള്ളേർ വിചാരിക്കും ഒന്നും മാർക്ക് കിട്ടത്തില്ല. പക്ഷെ ഇവിടെ അല്ല നിങ്ങളുടെ യഥാർത്ഥ മാർക്ക് ഇരിക്കുന്നത് എന്ന ബോധ്യം നിങ്ങൾ ഇപ്പോഴേ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം. കാര്യം ഇത്രയും ആകുമ്പോഴത്തേക്ക് നമ്മൾ എക്സാം ഹാളിൽ നിന്ന് തന്നെ അങ്ങ് തോക്കും. ഇത്രയും ചോദ്യങ്ങൾ എഴുതുമ്പോൾ തന്നെ മാനസികമായിട്ട് തോക്കും. പിന്നെ ശരിയോ തെറ്റോ എന്നൊന്നും നോക്കത്തില്ല. ശരിയല്ലേ ഞാൻ പറയുന്ന കാര്യം? അതായത് ഈ ആദ്യത്തെ 20-നകത്ത് തന്നെ മാനസികമായി തോക്കും. പിന്നെ ഇങ്ങോട്ട് എഴുതുമ്പോൾ അയ്യോ എനിക്ക് കിട്ടുമോ കിട്ടത്തില്ലയോ എന്നുള്ള 2 മനസ്സോടെ ചെയ്യും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നല്ല രീതിയിലൊന്നും നമുക്ക് നേരെ എഴുതാനും വായിക്കാനും ഒന്നും മാനസികമായിട്ട് പറ്റത്തില്ല. സോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോഴേ അത് തയ്യാറായി ഇരുന്നോണം. പോസിറ്റീവായിട്ട് കിട്ടിയെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ ആ ഒരു നെഗറ്റീവ് വശവും അതിനകത്തുണ്ട്. സോ അതിനെ കൂടെ നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടി ഇപ്പോഴേ പ്രിപ്പയർ ചെയ്തിരിക്കണം. സോ ഇവിടെ നമുക്ക് ഇത്രയായി. then ആർട്സിനകത്തുനിന്ന് ഒരു 3 മാർക്ക് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ആർട്സിനകത്തുനിന്നും ചില രീതിയിൽ കൺഫ്യൂഷൻ ഉള്ളത് ചില ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത്, ചിലതിനകത്ത് നമുക്ക് എല്ലാം സിമ്പിൾ ആയിട്ട് കിട്ടത്തക്ക രീതിയിൽ ചെയ്യും. കമ്പ്യൂട്ടറിനകത്തുനിന്ന് ഒരു 2 മാർക്ക് പ്രതീക്ഷിക്കാം. സ്പെഷ്യൽ ലോസ് ഒരു 11 മാർക്ക് പ്രതീക്ഷിക്കാം. കറണ്ട് അഫേഴ്സ് ഒരു 13 മാർക്ക്. then ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. ഇതാണ് ശരിക്കും പറഞ്ഞ റാങ്ക് മേക്കിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നോ ഇതിനെ അനുസരിച്ചിരിക്കും നിങ്ങളുടെ മാർക്ക് കൂടുന്നതും കുറയുന്നതും എന്ന് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ അത്യാവശ്യം, അതായത് പഠിക്കുന്നവർ തമ്മിലുള്ള മത്സരമാണ് ഞാൻ പറയുന്നത്. നോർമൽ ഉദ്യോഗാർത്ഥിനെ സംബന്ധിച്ചിട്ടുള്ള, ആവറേജ് ഉദ്യോഗാർത്ഥിനെ സംബന്ധിച്ചിട്ടുള്ള, ടോപ്പ് ലെവൽ ഉദ്യോഗാർത്ഥിനെ സംബന്ധിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. മനസ്സിലായോ? അതായത് കോമ്പറ്റീഷൻ എപ്പോഴും എവിടെ ആയിരിക്കും? ആദ്യം 100-നുള്ളിലുള്ളതായിരിക്കും കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും കട്ട് ഓഫ് നിന്നിട്ട് നിങ്ങൾ കോമ്പറ്റീഷൻ പറയരുത്. അതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ പഠിക്കുന്നത് റാങ്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ല, ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന ബോധ്യത്തിൽ വേണം പരീക്ഷാ ഹാളിൽ അവസാന 100 ചോദ്യം വരെ എഴുതി തീർക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ വെറുതെ കൊണ്ടുപോയിട്ട് ഒരു അവസരത്തെ നിങ്ങൾ കളയരുത്. കാര്യം ഇതൊക്കെ വളരെ റെയർ ആയിട്ട് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഇത് അല്ല. അപ്പൊ ഈ 30-നകത്ത് നിങ്ങൾക്ക് എത്ര വാങ്ങിക്കുന്നോ അത്രയും നിങ്ങളുടെ ചാൻസ് കൂടുതലാണ്. ഒരു 25 മാർക്ക് മാക്സിമം, 5 മാർക്ക് പൊക്കോട്ടെ. ഇനി ഇത്രയും മാർക്ക് ഒന്ന് കൂട്ടി നോക്കിക്കേ. 2, 4 എത്ര ഉണ്ട്? 74 മാർക്ക്. മനസ്സിലായോ പറഞ്ഞ കാര്യം? എവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു?
ഇപ്പൊ 74 മാർക്ക് ഡിഗ്രി ലെവൽ എക്സാംസിന് അത് 100-ൽ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ ഇല്ലയോ? പറയും. ഉറപ്പല്ലേ? അപ്പൊ അതായത് ഞാൻ ഇത്രയും കുറച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ലേ? ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റും. നിങ്ങളുടെ മനസ്സ് പ്രിപ്പയർ ചെയ്ത് ഇപ്പോഴേ ഈ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. എന്നാലേ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് ഇവിടെ ഒരു കാര്യങ്ങളും ചെയ്യാനില്ല. ഇവിടത്തേക്ക് മാർക്ക് ഞാൻ കംപ്ലീറ്റ്ലി എടുത്തു വെച്ചു. അപ്പൊ ഇവിടെ ആരാണ് കംപ്ലീറ്റ്ലി ഇവിടെ സ്കോർ ചെയ്യാൻ പോകുന്നത്? ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ ഏത് പരീക്ഷയ്ക്കകത്ത്, BDO പരീക്ഷയ്ക്കകത്തൊക്കെ മാർക്ക് കിട്ടാതെ പേപ്പർ 1-നാണ് ആൾക്കാരുടെ മാർക്ക് മൊത്തവും പോയത്. സിമ്പിൾ ഒന്നും പഠിച്ചിട്ടില്ല പേപ്പർ 1. അപ്പൊ പേപ്പർ 1-ന് 100-നകത്ത് ഒരു 70-80 ഒക്കെ കയറിയിട്ടുള്ളവർക്ക് ബാക്കി കുറച്ചുകൂടെ മാർക്ക് മതിയായിരുന്നു. അപ്പൊ എന്ത് വേണം? നമ്മൾ എപ്പോഴും ബേസ് ഉറപ്പിക്കണം. പേപ്പർ 1 ആയാലും പേപ്പർ 2. ഇപ്പൊ അതിനകത്ത് ഇവിടെ ഒരു പ്രശ്നവും വരുന്നില്ല. എല്ലാം കൂടെ ചേർത്ത് 100 മാർക്കേ ഉള്ളൂ. ഇന്റർവ്യൂയിലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെ വരുന്നില്ലല്ലോ. ജസ്റ്റ് അങ്ങ് കയറി കൊടുത്തേച്ചാൽ ജസ്റ്റ് OMR ആണ്, ഒരു പരിപാടിയും ഇല്ല. അപ്പൊ നിങ്ങളെ കൊണ്ട് ഇത് പറ്റുമോ എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക. എനിക്ക് ഇതിനകത്ത് കൂടുതലൊന്നും പറയാൻ വേണ്ടിയിട്ടില്ല. ഓക്കെ ടുഡേ ഇറ്റ്സെൽഫ് നിങ്ങൾ 75 ഡേയ്സ് സ്റ്റഡി പ്ലാൻ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുക. എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇന്ന് 23 ആയില്ലേ? ഇന്ന് ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കി വലിയ രീതിയിൽ സ്റ്റാർട്ടിങ് ഒന്നും പറ്റത്തില്ല. എങ്കിലും നിങ്ങൾ മാനസികമായിട്ട് തയ്യാറെടുക്കുന്നത് ഇന്ന് തന്നെ ഒന്ന് തയ്യാറെടുക്കുകയാണ്. ജൂലൈ മാസം 23-ാം തീയതി അല്ലെ? ഒന്നും കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഹലോ. ഓക്കെ, അപ്പം 23/7/26 ഇന്ന് തന്നെ അങ്ങ് തുടങ്ങിക്കോ. സ്മോൾ സ്റ്റെപ്സ് മതി, എല്ലാം കൂടെ ഒന്നും വേണ്ട. ഇനി 24, ഇനി വേണമെങ്കിൽ ഞായറാഴ്ച ദിവസം വേണേ ഒരു ബ്രേക്ക് കൊടുത്തോ, ഞായറാഴ്ച ഒഴിച്ചിട്ടുള്ള ദിവസം. അതൊക്കെ നിങ്ങളുടെ താല്പര്യം. അങ്ങനെ അനുസരിച്ചിട്ട് ഇപ്പൊ ഈ ഡേറ്റ് എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ നിങ്ങൾ എന്തിട്ടാ മതി? ഡേറ്റ് എഴുതുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതാത് ദിവസത്തെ Day 1 Day 2 മാത്രം ഇടുക. ഇങ്ങനെ എത്ര ദിവസം വരെയുള്ള കോളംസ് ഉണ്ടാക്കണം? ആദ്യം 1 മാസത്തേക്കുള്ള കോളംസ് ഉണ്ടാക്കുക. 75 ദിവസത്തേക്കുള്ള കോളം ഇപ്പൊ ഉണ്ടാക്കണ്ട കേട്ടോ. ആദ്യം 30 ഡേയ്സ് ഉണ്ടാക്കാമല്ലോ. അപ്പൊ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ സബ്ജക്റ്റുകളാണ് വേണ്ടത്, പിന്നെ 3 ദിവസം കൊണ്ട് നിങ്ങൾ തീർക്കേണ്ടതായിട്ടുള്ള ഞാൻ ഇടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് ഉൾപ്പെടെ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി അതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ ആ കോളത്തിനകത്ത് വേണം. പിന്നെ അടുത്തായിട്ട് എന്തുവാ വേണ്ടത്? നിങ്ങൾ എല്ലാ ദിവസവും OMR ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്കൊരു പോസിറ്റീവ് ഇമ്പാക്ട് കിട്ടുന്നുണ്ട്. സോ അത് എഴുതുക. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്സിനകത്ത് ഏത് ടോപ്പിക്കാണ് പഠിക്കേണ്ടത് എന്നിട്ടുള്ളത്, ഇത് ഹെഡിങ് ആണ് ഞാൻ ഈ പറയുന്നത്. ഒരു ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്ത എന്താണ്? ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. അതിന് നിങ്ങൾ എല്ലാ ദിവസവും ഇനി മുതൽ ഒരു 15 മിനിറ്റ് വെച്ച് സെപ്പറേറ്റ് മാറ്റി വെക്കണം. മനസ്സിലായോ? 15 മിനിറ്റ്, ഒത്തിരിയൊന്നും വേണ്ട. എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു 40 മിനിറ്റ് പഠിക്കണം. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഒരു 30 to 40 മിനിറ്റ്സ് ടോട്ടലി പഠിക്കുക. പറ്റത്തില്ലേ? എല്ലാ ദിവസവും ഇംഗ്ലീഷും മലയാളവും വൊക്കാബുലറി നോക്കണം. നോക്കുവോ? 3/4 മണിക്കൂർ അതിനു വേണ്ടി മാറ്റി വെക്കുക. 3/4 മണിക്കൂർ ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഇനി അത് വയ്യാത്തവർ എന്ത് ചെയ്യുക? നമ്മുടെ വീഡിയോസ് ഉണ്ടല്ലോ, അത് PDF എടുത്തു വെച്ച് ചെയ്യുക. അത് ചിലപ്പോൾ ആൻസർ കിട്ടത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? വീഡിയോ കണ്ടിട്ട് ഒന്നുകൂടെ പഠിക്കുക. അത് പഠിച്ചേ പറ്റൂ. അതിന് ആ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും അത് വന്നിരിക്കും. 100% ഷുവർ. ഇനി അടുത്തായിട്ട് എന്തുവാ? കേരള അഡ്മിനിസ്ട്രേഷൻ. അതൊക്കെ നിങ്ങൾക്ക് താല്പര്യം അനുസരിച്ച് ഓരോ ദിവസം മാറ്റി മാറ്റി കൊടുക്കാം. എല്ലാ ദിവസവും കേരള അഡ്മിനിസ്ട്രേഷൻ, കറണ്ട് അഫയേഴ്സ് എല്ലാ ദിവസത്തിനകത്തും ഇൻക്ലൂഡ് ചെയ്തോളൂ. ഒരു ദിവസം നിങ്ങൾ പത്മ ആണ് പഠിക്കുന്നതെങ്കിൽ അറിയാവുന്ന ആ ടോപ്പിക്കുകളൊന്ന് ഇട്ട് വെച്ചേക്കും. ഞാൻ പറയുന്ന കുറച്ച് ടോപ്പിക്കുകളുണ്ടല്ലോ, പത്മ അവാർഡ്, നോബൽ പ്രൈസ്, അതൊക്കെ ഓരോ ദിവസം ഓരോന്നിന്റെ വെച്ചിട്ട് പഠിച്ചു പോയേച്ചാൽ മതി. അത്രയേ ഉള്ളൂ. ഒരു 75 ടോപ്പിക്കൊക്കെ കറണ്ട് അഫയേഴ്സ് പഠിച്ചാൽ മതി. ഒരു ഐഡിയ കിട്ടിയോ? സയൻസ് നമ്മൾ ബാക്കി എല്ലാം നമ്മൾ പഠിപ്പിക്കുന്നത് മാത്രം പഠിച്ചാൽ മതി. എക്സ്ട്രാ ഒന്നും പഠിക്കണ്ട. ഈ പറയുന്ന എല്ലാ കണ്ടന്റും അധികം ഒന്നും പഠിക്കേണ്ട. നിങ്ങൾക്ക് എവിടെ ഉള്ളൂ റിവിഷൻ എന്ന് പറയുന്ന ജോലി മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ജോലി നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് ഒൺലി റിവിഷൻ മാത്രം.
അത് മാത്രം നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക. ശരിക്കും ജോലി നേടാൻ കൈയും നീട്ടിയിരിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇരിക്കുക. മനസ്സിലായി? കറക്റ്റ് ആയിട്ട് റിവിഷൻ ചെയ്യാതെ എന്റെ അടുത്തോട്ട് വരരുത്. ദാറ്റ്സ് ഓൾ. പറ്റുമോ? വേറെ ഒന്നും വേണ്ട, ഇത്രയും പഠിച്ചാൽ മതി. ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് പാക്കേജ്. റെഡി അല്ലേ? പഠിക്കുവോ നല്ല റിവിഷൻ ചെയ്യുമോ എന്ന് മാത്രം എനിക്ക് അറിഞ്ഞേച്ചാൽ മതി. ഓക്കെ, 212 നമ്മൾ പഠിപ്പിച്ചിരിക്കുന്ന എന്തൊക്കെ കണ്ടന്റ്സ് ഉണ്ട് അത് നിങ്ങൾ റിവൈസ് ചെയ്യുക. ഇനി ഇപ്പം വരാൻ പോകുന്ന കണ്ടന്റ്സുകൾ പഠിപ്പിക്കുന്നത് നന്നായിട്ട് പഠിക്കുക. അതിന് പഠിക്കുന്നതല്ല റിവിഷൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ എക്സാം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വേറെ ലെവലാണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞ ഒരു സിനിമ കാണുന്നത് പോലെ ഉള്ളൂ. ഡയലോഗ്സ് ഒന്നും നമ്മൾക്ക് ഓർമ്മയില്ലാത്തത് പോലെ, 1-2 ഡയലോഗ്സ് മാത്രം ഓർത്തിരിക്കുന്നത് പോലെയാണ് ഡിഗ്രി ലെവൽ ക്ലാസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എത്ര പഠിപ്പിച്ചാലും 2 ദിവസം കഴിയുമ്പോൾ റിവിഷൻ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാം മറന്നു പോകും. സോ നിങ്ങൾ എന്ത് ചെയ്യണം? മസ്റ്റ് ആയിട്ട് റിവിഷന്റെ ടൈം കൂട്ടുക. എക്സ്ട്രാ ഒരു കണ്ടന്റും പഠിക്കേണ്ട കാര്യമില്ല. ഇത്രയും കണ്ടന്റ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട് 80 മാർക്ക് ഡാം ഷുവർ ആയിട്ട് കിട്ടും. പിന്നെ നിങ്ങളുടെ ഈ റിവിഷന്റെ കുറവ് മൂലം ഒരു 74 വന്നും മൈനസ് കൂടെ ചേർത്തിട്ട് 74 വരുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ 74 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? റാങ്ക് കിട്ടും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? റിവിഷനകത്ത് നോ കോംപ്രമൈസ്. മനസ്സിലായോ? റിവിഷനും മസ്റ്റ് ആണ്. പിന്നെ ഡെയിലി 3 ദിവസം കൂടുമ്പോൾ ഡിഗ്രി ലെവലിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. പിന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം നന്നായിട്ട് റിവൈസ് ചെയ്യുക. റിവിഷൻ ചെയ്യുമ്പോൾ പറയുമ്പോൾ പലരും എന്ത് GK എടുത്തു വെച്ചിട്ടാണ് റിവൈസ് ചെയ്യുന്നത്. അവിടെ നിങ്ങൾക്ക് മാർക്ക് കൂടത്തില്ല. നിങ്ങൾക്ക് അറിയാവുന്ന സംഭവത്തിൽ നിന്ന് ഒരു 10, 15 മാർക്ക്, 10, 12 മാർക്കിന് അപ്പുറത്തേക്ക് ഉയരത്തില്ല ഡിഗ്രി ലെവൽ എക്സാംസിന്. മനസ്സിലായോ? ഉയരണമെങ്കിൽ മാർക്ക് മൊത്തവും പോകുന്നത് ഇവിടുന്നാണ്. ഇവിടെ മാർക്ക് കയറിയെങ്കിലേ നിങ്ങളുടെ ഓവറോൾ മാർക്ക് പോകത്തുള്ളൂ. മനസ്സിലായി? ബാക്കിയുള്ള ഏരിയക്കകത്തൊന്ന് വിഭജിച്ച് ഇത്ര 5, 5, 3, 3 എന്നൊക്കെയാണ്. ഇവിടെ എന്ന് പറഞ്ഞു കണ്ടോ എല്ലാം 10, 10, 10 എന്നാ വന്നിരിക്കുന്നത്. അപ്പൊ പിന്നെ നമുക്ക് ഈ പറയുന്ന ഈ 30 + 15 45 മാർക്ക് ഉണ്ടല്ലോ. 45, 13 നോക്കൂ. ഏറ്റവും കൂടുതൽ ഉറപ്പുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് 5. ഫോക്കസ് ഓൺ ദാറ്റ് ഓൺലി. ബാക്കി നമുക്ക് ഒന്നും പഠിക്കാതെ പോയി എഴുതിയാലും നമുക്ക് കിട്ടേണ്ടതേ അവിടെ കിട്ടത്തുള്ളൂ. അവിടെ ഒരു മാജിക്കും കാണിക്കാൻ പറ്റത്തില്ല. എവിടെ വേണം നമ്മളുടെ ട്രയൽ കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ പ്രാക്ടീസ് കൊണ്ട് നമ്മൾ 45, 10, 55, 3, 58 മാർക്കുണ്ടോ ഇവിടെ? ഇത്രയും. ഇത് ശരിയല്ലേ? ഞാൻ കൂട്ടിയത് ശരിയാണോ? ഓക്കെ, ഈ 58 മാർക്കിലാണ് ശരിക്കും ഒരു വ്യക്തിയുടെ ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ റാങ്ക് നിർണ്ണയിക്കുന്നത്. സോ നിങ്ങൾ എല്ലാ ദിവസവും എവിടെ ഫോക്കസ് ചെയ്യണം? ഇവിടെ ഫോക്കസ് ചെയ്യണം. അപ്പൊ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പം സ്പെഷ്യൽ ടോപ്പിക്സ്, കാരണം സ്പെഷ്യൽ ടോപ്പിക്സ് നമ്മൾ ശരിക്കും ഇച്ചിരിയേ ഉള്ളൂ. പക്ഷെ അതെല്ലാം ഒരുപോലെ ഇരിക്കുന്നതാണ്. എല്ലാ കമ്മീഷൻസും അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ കമ്മീഷനെ എല്ലാം ഒരുപോലെ ഇരിക്കും. അവിടെ നിന്ന് മാർക്ക് ചോദിക്കുമ്പോഴേ ഉള്ളൂ പ്രശ്നം വരുന്നത്. സോ നിങ്ങൾ എല്ലാ ദിവസവും കമ്മീഷൻസ് റിവൈസ് ചെയ്ത് നല്ല നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ പട്ടികയും അക്ഷരങ്ങളും ഒക്കെ പഠിക്കുമ്പോൾ അതേപോലെ ആക്കി വെക്കണം ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. മനസ്സിലായോ? കറണ്ട് അഫയേഴ്സും എല്ലാ ദിവസവും പഠിക്കണം. ദെൻ ഈ പറയുന്ന 5 ഏരിയാസ് നിങ്ങൾ ശരിക്കും ഞാൻ പറയുന്നത് പോലെ പ്രാക്ടീസ് ചെയ്യുക. ബാക്കിയുള്ളതിന് നന്നായിട്ട് സൂപ്പറായിട്ട് റിവിഷനും കൊടുത്ത് കറക്റ്റ് ആയിട്ട് ക്ലാസ്സും അറ്റൻഡ് ചെയ്ത് ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്ത് നോർമലി ഉള്ള OMRും ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് VFAക്കും അതിനൊന്നും പ്രത്യേകിച്ചായിട്ട് പഠിക്കേണ്ട കാര്യമില്ല. കാര്യം നിങ്ങൾ എല്ലാ ദിവസവും ഒരു OMR എഴുതുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നിട്ടുള്ള കാര്യം. 70+ ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ പഠിക്കുന്ന മെത്തേഡിന് യാതൊരുവിധ ചേഞ്ചും ചെയ്യണ്ട. നിങ്ങളുടെ മൈൻഡ് മാത്രം ഈ പറയുന്ന പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുക്കി കൊടുത്തേച്ചാൽ മതി. അപ്പൊ എല്ലാ ദിവസവും മാനസികമായി നിങ്ങൾ തയ്യാറാക്കണം. മനസ്സിലായോ? പരീക്ഷയെ ആ ഒക്ടോബർ 14 നിങ്ങൾ എല്ലാ ദിവസവും നേരത്തെ തന്നെ പിന്നെ മനസ്സിൽ കണ്ടിട്ട് ആ ദിവസം ഇങ്ങനെ ആയിരിക്കും ഞാൻ ഈ പഠിക്കുന്ന ഓരോ ചോദ്യങ്ങളും പഠിക്കുന്ന ടൈമിൽ അതേപോലെ നമ്മൾ നോക്കണം. അതായത് നമ്മൾ ഒരു എനർജിയോട് കൂടിയിട്ട് പറയുമല്ലോ ഈ ചോദ്യം എന്തായാലും വരും, ഇതൊരു റാങ്ക് മേക്കിംഗ് ചോദ്യമാണ്. അങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ നല്ല ശരിക്കും ഒരു പുതിയ ഉദ്യോഗാർത്ഥി എങ്ങനെയാണ് പഠിക്കുന്നത് അതേ ത്വരയോട് കൂടിയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് പറ്റും എന്നിട്ടുള്ള രീതിയിൽ പല പ്രാവശ്യവും നമുക്ക് ഡൗൺ ആയിട്ട് വരും. അപ്പോഴെല്ലാം ഐ ക്യാൻ എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യണം. വെറുതെ വെളിയിൽ ഒരു മനുഷ്യരും വന്നിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനോ ജോലി പിടിച്ചോ എന്ന് പറഞ്ഞൊന്നും തരത്തില്ല. നമ്മൾ വേണം നമ്മളുടെ എനർജി കണ്ടെത്താൻ വേണ്ടിയിട്ട്. എക്സ്ട്രാ സോഴ്സിൽ നമ്മൾ എനർജി കണ്ടെത്താൻ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും?
അവർ നമ്മളെ ഇട്ടിട്ടങ്ങ് പോകും, നമ്മൾ പിന്നെ കരഞ്ഞു കൂവി വിളിച്ചിട്ട് പോകും. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം, എപ്പോഴും മോട്ടിവേഷൻ എല്ലായിടത്തുനിന്നും അല്ല എടുക്കേണ്ട, ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വേണം മോട്ടിവേഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അല്ലെങ്കിൽ ആ വ്യക്തി പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ആ കാന്തം ഇങ്ങനെ പോകുന്നത് പോലെ ഇരിക്കും, പച്ചിരുമ്പേന്ന് വിട്ടു പോകുന്നത് പോലെ ഇരിക്കും. അപ്പൊ അത് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു പവർ ഉണ്ട്. അതനുസരിച്ചിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു പോർഷൻ അങ്ങോട്ട് എടുക്കുന്ന ടൈമിൽ ഇതൊന്ന് പഠിച്ചു നോക്കൂ, ഇങ്ങനെയുള്ള ഐഡിയാസ് കിട്ടും. മനസ്സിലായോ? അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഏതെങ്കിലും ബേസ് ആയിട്ടുള്ള റാങ്ക് ഫയലും എല്ലാ ദിവസവും കുറച്ച് വെറുതെ ഒരു 2-3 പേജസ് ഒക്കെ വായിച്ചു വിടുക. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കൊരു ബൂസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മീൻസ് ഞാൻ പഠിക്കുന്നുണ്ട് എന്ന് നമുക്കൊരു ബോധ്യം കിട്ടാം. ഒരു 10 മിനിറ്റ് വായിച്ചാൽ മതി, കൂടുതലൊന്നും വായിക്കണമെന്ന് പറയുന്നില്ല. മനസ്സിലായി? ആ 10 മിനിറ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിട്ട് വലിയൊരു എനർജിയാണ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒന്നും പഠിക്കുന്നില്ലതിൽ നിന്നും എന്തൊക്കെയോ പഠിച്ചു എന്ന ഒരു ലെവലിലേക്ക് എത്താൻ ഓരോ പ്രാവശ്യവും നിങ്ങൾ ഈ കോളത്തിലേക്ക് ടിക്കിട്ട് പോകുന്നതനുസരിച്ച് ഒരു 21 ഡേയ്സ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതൊരു ന്യൂറൽ പാത്ത് ക്രിയേറ്റ് ആവും. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ എനിക്ക് പറ്റും എന്ന് നിങ്ങളുടെ പഴയ ക്യാരക്ടറിനെ വെല്ലുവിളിക്കുന്നതാണ്. മനസ്സിലായോ? പഴയ നിങ്ങൾ സ്വയം വെല്ലുവിളിക്കുകയാണ്. 21 ഡേയ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഇങ്ങനെ ചെയ്യാമെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് 75 ഡേയ്സും കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഇത് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.